ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഹിസ്റ്ററിയുടെ പകുതി വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു 6ാം ക്ലാസ്സിലെ. അതിൻ്റെ ബാക്കി പാർട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. കൊച്ചൊരു വീഡിയോ ആയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം കുറച്ചേ പറയാനുള്ളൂ ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയായിട്ട്. ഈ ഒരു ഹിസ്റ്ററി ഏകദേശം നമ്മൾ തുടക്കത്തിലെ ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധു നദീതട സംസ്കാരമൊക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള പോർഷൻസ് കവർ ചെയ്യാൻ പോവുകയാണ് ഇപ്പം ഇതോടുകൂടി. If you plant a seed, you will notice that it takes some time to grow. This may be several days, weeks, months, and in some cases years. When people began growing plants, it means that they had to stay in the same place for a long time, looking after the plants, watering, weeding, driving away animals and birds till the grain ripen, and then the grain had to be used carefully. നമ്മൾ പറഞ്ഞു അതുവരെ മനുഷ്യൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ അല്ലേ പറഞ്ഞു നിർത്തിയത്? അങ്ങനെ പതുക്കെ അവരെന്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി? കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഒരു പ്രത്യേകതയുണ്ട്, കൃഷി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ അവർ ഒക്കുപ്പൈ ചെയ്യേണ്ടി വരും. അതെന്താ കാരണം? പെട്ടെന്നൊന്നും ഇടുന്ന വിളവ് വരത്തില്ലല്ലോ. അതിനെ ശുശ്രൂഷിച്ച് അതിനെ വളർത്തിയെടുത്ത് അതിൻ്റെ വിള എടുത്തതിന് ശേഷമല്ല അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റൂ. അങ്ങനെ അവരൊരു സ്ഥലത്ത് തങ്ങാനായിട്ട് തുടങ്ങി. As the grain had to be stored for both food and seed, people had to think of way of storing it. In many ways, they began making large clay pot or wool baskets or dug pit into the grounds. അങ്ങനെ പതുക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കറിയാം കൃഷി വരുമ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് ഫുഡ് സ്റ്റോറേജ് ആവാനായിട്ട് തുടങ്ങി. ഒരുപാട് അങ്ങ് കഴിച്ചു തീർക്കാനൊക്കത്തില്ലല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ കുറച്ചെടുത്തിട്ട് കഴിക്കുകയും ചെയ്യും, ബാക്കി സീഡ് എവിടെ വെക്കണം? സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്തുണ്ടാക്കാൻ തുടങ്ങി? പതുക്കെ ക്ലേ കൊണ്ടുള്ള പോട്ടുകൾ അല്ലെങ്കിൽ ബാസ്ക്കറ്റുകൾ അല്ലെങ്കിൽ കുഴിച്ചിടാൻ തുടങ്ങി. ഗ്രൗണ്ടിനകത്ത് കുഴിയെടുത്തിട്ട് കുഴിച്ചിടാനൊക്കെ തുടങ്ങി. നെക്സ്റ്റ് നോക്കിക്കേ, സ്റ്റോറിങ് ആനിമൽസ് ആണ്. ആനിമൽസ് മൾട്ടിപ്ലൈ നാച്ചുറലി. അവരൊന്നും ചെയ്യാതെ തന്നെ ആനിമൽസ് ഇങ്ങനെ അവരെ വളർത്തിക്കൊണ്ടിരുന്ന കാര്യം പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയ അല്ലേ, ഡൊമസ്റ്റിക്കേഷൻ പറഞ്ഞാൽ നിർത്തിയത്. അപ്പോൾ പതുക്കെ അവരുടെ ആനിമൽസ് എല്ലാം നാച്ചുറലി മൾട്ടിപ്ലൈഡ് ആവാൻ തുടങ്ങി. ബിസൈഡ് ഇഫ് ദേ ആർ ലുക്ക്ഡ് ആഫ്റ്റർ കെയർഫുള്ളി ദേ പ്രൊവൈഡ് മിൽക്ക് വിച്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫുഡ് ആൻഡ് മീറ്റ് വെൻ എവർ റിക്വയർഡ്. ഇൻ അതർ വേർഡ്സ്, ആനിമൽ ദാറ്റ് ആർ റിയർഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്റ്റോറേജ് ഫുഡ്. അപ്പം എങ്ങനെയൊക്കെ അവർക്ക് ഈ ഡൊമസ്റ്റിക്കേഷൻ വന്നതോടുകൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? അവർക്ക് മിൽക്ക് അതൊരു സോഴ്സ് ഓഫ് ഫുഡായിട്ട് മാറി. അതുപോലെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇറച്ചി എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ആനിമൽസിനെ അവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി ഫസ്റ്റ് ഫാമേഴ്സിനെയും ഹേർഡേഴ്സിനെയും പറ്റിയിട്ടാണ് അവർ ഇനി പറയാൻ പോകുന്നത്. അതായത് മാപ്പ് 2 നോക്കുക. ഏതായിരുന്നു നമ്മുടെ മാപ്പ് 2? ഓർമ്മയുണ്ടോ? ഇതായിരുന്നു അല്ലേ? ഇതായിരുന്നു നമ്മുടെ മാപ്പ്. അതിനകത്ത് നമ്മൾ ഭീംബഡ്കയും അതുപോലെ ഹങ്സി, കുർണൂൽ കേവ്സും ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി രണ്ടാമത്തെ മാപ്പ് നോക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക. യു വിൽ നോട്ടീസ് എ നമ്പർ ഓഫ് ബ്ലൂ സ്ക്വയേഴ്സ്. ഈച്ച് മാർക്സ് എ സൈറ്റ് ഫ്രം വെയർ ആർക്കിയോളജി ഹാവ് ഫൗണ്ട് എവിഡൻസ് ഓഫ് ഏർലി ഫാമേഴ്സ് ആൻഡ് ഹേർഡേഴ്സ്. These are found all over the subcontinent. Some of the most important ones are in the northwest in present-day Kashmir, east and south India. നോക്കുക, മാപ്പിനകത്ത് ബ്ലൂ സ്ക്വയറിൽ കൊടുത്തിരിക്കുന്നത് ഇതെന്നെ കണ്ടോ? ഇവിടാണ് ബ്ലൂ സ്ക്വയർ. ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് അല്ലേ? സത്തേൺ ഇന്ത്യയിലും അതുപോലെ ഈ ഒരു ഭാഗം നോർത്ത് ഈസ്റ്റ് ഭാഗം അതുപോലെ ഈ പടിഞ്ഞാറൻ ഇന്ത്യ ഭാഗത്തൊക്കെ ഒരുപാട് എന്തുണ്ടായിരുന്നു? തുടക്കത്തിലെ ഫാർമേഴ്സ് ആൻഡ് ഹേർഡേഴ്സ് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രസന്റ് ഡേ കാശ്മീർ അതുപോലെ ഈസ്റ്റ് ഭാഗത്തും സൗത്ത് ഭാഗത്തും നോർത്ത് വെസ്റ്റ് ഭാഗത്തും ഒക്കെ പണ്ടത്തെ കർഷകർ, തുടക്കത്തിലെ കർഷകരും അല്ലെങ്കിൽ ഈ ആട്ടിടയന്മാരെ പോലെയുള്ള ആൾക്കാർ ജീവിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു എന്ന് ആർക്കിയോളജിസ്റ്റുകൾ അവിടുത്തെ സാധനങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ടു ഫൈൻഡ് ഔട്ട് വെദർ ദീസ് സൈറ്റ്സ് വെയർ സെറ്റിൽമെന്റ് ഓഫ് ഫാമേഴ്സ് ആൻഡ് ഹെർഡേഴ്സ്, സയന്റിസ്റ്റ് സ്റ്റഡി എവിഡൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ ബോൺ. വൺ ഓഫ് ദ മോസ്റ്റ് എക്സിസ്റ്റിംഗ് ഫൈൻസ് ഇൻക്ലൂഡ് റിമൈൻസ് ഓഫ് ബേൺഡ് ഗ്രെയിൻസ്. അപ്പം പല സ്ഥലങ്ങളിൽ നിന്നും ഈ സ്ഥലങ്ങളിൽ നിന്നും ആനിമൽസിന്റെ ബോണും അല്ലെങ്കിൽ അവിടെ നിന്ന് പല എവിഡൻസും പ്ലാന്റ്സിനെ പറ്റിയിട്ടൊക്കെ എവിഡൻസ് കിട്ടി. എങ്കിൽ പോലും അവിടുത്തെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ട് കിട്ടിയ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് കിട്ടിയ ഒരു സാധനം എന്ന് പറയുന്നത് അവിടെ ഈ ചുട്ട് പോലത്തെ പണ്ടത്തെ ധാന്യങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അത് അവർ സയൻറ്റിസ്റ്റുമാർ പറയുന്നു ഒന്നെങ്കിൽ അവർ ചുട്ട് കഴിച്ചതാവാം, കഴിച്ചതിൻ്റെ ബാക്കി അങ്ങനെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റലി വന്നതാവാം, ഈ കാട്ടുതീ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നതാവാം. Scientists can identify these grains and so we know that the number of crops were grown in different part of the subcontinent. They can also identify the bones of different animals. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇവിടെയൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് കണ്ട കാര്യം എന്ന് പറയുന്നത് പല തരത്തിലുള്ള ഗ്രെയിൻസ് അവിടുന്ന് ഇവിടുന്നും എല്ലാം അവർ കുഴിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ പല ടൈപ്പ് ഓഫ് ആനിമൽസിൻ്റെ ബോൺസും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ എന്ത് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. അവിടെ പണ്ടത്തെ കൃഷിയൊക്കെ നടത്തിയിരുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഗ്രെയിൻസ് ഒക്കെ അവിടെ കൃഷി ചെയ്തിരുന്നു, ആനിമൽസിനെ വളർത്തിയിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്.
ഇനി ടുവേർഡ്സ് എ സെറ്റിൽഡ് ലൈഫ്. ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മനുഷ്യർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നിൽക്കുന്നത് എന്താണ്, നമ്മുടെ വീട് ഇന്ന സ്ഥലത്താണെങ്കിൽ ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത്. അതുപോലെ സെറ്റിൽഡ് ലൈഫ് ആവാൻ തുടങ്ങിയ കാലമാണ് ഇനിയും പറയാൻ പോകുന്നത്. Archaeologists have found traces of hut or houses at some sites. For instance, in ബർസ ഹോം. എവിടെയാണ് ബർസ ഹോം? ഇപ്പം കണ്ടതല്ല ഉള്ളൂ നമ്മൾ. അതുകൊണ്ട് ഇവിടെയാണ് ബർസ ഹോം എന്ന് പറയുന്നത്. കാണുന്നുണ്ടോ? ഈ കാശ്മീർ ഭാഗമാണേ. അപ്പം ബർസ ഹോം ആ ഒരു ഏരിയയിൽ ആർക്കിയോളജിസ്റ്റുകൾ എന്ത് കണ്ടെത്തിയെന്നാ നോക്കിക്കേ. Present day Kashmir, people built a pit house which were dug into the ground, which steps leading into them. These may have provided shelter in cold weather. Archaeologists have also found cooking hearth both inside and outside the hut, which suggests that depending on the weather, people could cook food either indoor or outdoor. അപ്പോൾ ആദ്യമായിട്ട് ആ ഒരു സ്ഥലങ്ങളിൽ, കാശ്മീർ ആയിട്ടുള്ള ആ ഒരു പ്രദേശങ്ങളിൽ അവർ വീടുകളൊക്കെ വെച്ച് താമസിച്ചിരുന്നു. അവർ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്തതിൻ്റെ ഒരു ലക്ഷണമൊക്കെ അല്ലെങ്കിൽ അവിടുന്ന് എവിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. Some tools have been found from many sites as well. Many of these are different from the earlier Paleolithic tools, and that is why they are called Neolithic. അപ്പോൾ ഈ ഒരു കാലഘട്ടം ആയപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു നിയോലിത്തിക് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ന്യൂ ഏജ് ആയിട്ട് തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ആ ഒരു സ്റ്റോൺസിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ന്യൂ സ്റ്റോൺ ടൂൾസ് അല്ലെങ്കിൽ നിയോലിത്തിക് ടൂൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാലിയോലിത്തിക്കിൽ നിന്നും ഒരുപാട് വ്യത്യാസം ഇവർക്കുണ്ടായിരുന്നു. ദീസ് ഇൻക്ലൂഡ് ടൂൾസ് ദാറ്റ് വെയർ പോളിഷ് ടു ഗീവ് എ ഫൈൻ കട്ടിങ് ഏജ്. അതായത് ഇവിടെ ഇങ്ങനെ പോളിഷ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലേ, കട്ടിങ് ഏജോടുകൂടി, ഫൈനായിട്ടുള്ള കട്ടിങ് എഡ്ജോട് കൂടിയിട്ടാണിത് കാണപ്പെടുന്നത്. ആൻഡ് മോസ്റ്റാർസ് ആൻഡ് പെസ്റ്റിൽസ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് ഗ്രെയിൻ ആൻഡ് അതർ പ്ലാന്റ് പ്രൊഡ്യൂസ്. Mortars and pestles are used for grinding grain even today, several thousand years later. At the same time, tools of the Paleolithic types continue to be made and used, and remember, some tools were made of bones. അപ്പോൾ നമ്മൾ പറഞ്ഞു നിയോലിത്തിക്കിൻ്റെ സമയത്ത് പുതിയ രീതിയിലുള്ള ടൂൾസ് എല്ലാം വന്നു, അതായത് കല്ലുകളൊക്കെ വന്നു, അതിൻ്റെ എഡ്ജൊക്കെ നല്ലതായിട്ട് കൂർപ്പിക്കാനായിട്ടൊക്കെ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആ സമയത്ത് പാലിയോലിത്തിക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തായിരുന്നോ? ഇല്ല, ആ സമയത്ത് പാലിയോലിത്തിക് ടൈപ്സ് ഓഫ് ടൂൾസും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അതുപോലെ തന്നെ ബോൺസ്, അതായത് ആനിമൽസിൻ്റെ ബോൺസും ടൂളായിട്ട് ഉപയോഗിച്ചിരുന്നു. മെനി കൈൻഡ്സ് ഓഫ് എർത്തേൺ പോട്ട്സ്. ആ സമയത്ത് നിയോലിത്തിക് സമയമായപ്പോഴത്തേക്കും പലതരത്തിലുള്ള എർത്തേൺ പോട്ട്സും എന്ത് ചെയ്യാൻ തുടങ്ങി, പലയിടത്തു നിന്ന് കണ്ടെത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തെ. These are were sometimes decorated and were used for storing things. People began using pots for cooking food, especially grains like rice, wheat and lentils that now become an important part of the diet. അതായത് പണ്ട് തന്നെ ആൾക്കാർ എർത്തേൺ പോട്ട്സിനകത്ത് മൺകുടങ്ങൾക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പലതരത്തിലുള്ള ഫുഡുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാര സാധനങ്ങളെല്ലാം, ഗ്രെയിൻസ് എല്ലാം അന്ന് കണ്ടെത്തിയിട്ടുണ്ട്. They began weaving cloth using different kind of material. For example, cotton that could now be grown. അതായത് പലതരത്തിലുള്ള കോട്ടനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ക്ലോത്തുകളൊക്കെ അവർ നിർമ്മിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കറിയാം പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ച് അല്ല ഇത്, വർഷങ്ങളെടുത്തിട്ടാണ് ഈ ഒരു ചേഞ്ചിലേക്ക് വരുന്നത്. അങ്ങനെ പലപ്പോഴും വർഷങ്ങളെടുത്ത് വന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതിക്ക് ഏകദേശം ഒരു സാമ്യമുള്ള രീതിയിലേക്ക് നിയോലിത്തിക് പീരീഡ് കഴിയാറായപ്പോഴത്തേക്കും ആൾക്കാർ ചേഞ്ച് ആവാനായിട്ട് തുടങ്ങി. ഇങ്ങോട്ട് നോക്കാം ഇനി എ ക്ലോസർ ലുക്ക്. ഈ ഒരു വീടാണത്, കുഴിച്ചെടുത്തിരിക്കുന്ന ഒരു വീടാണിത്. ഇത് എവിടെയാണ്? മെഹർഗറിലാണ്. അത് എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ബാലൂചിസ്ഥാൻ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു ഏരിയ ആണേ, കാണാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് ഈ ഒരു ഏരിയ ആണ്, ബൊളാൻ പാസിനടുത്തുള്ള ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ് ഈ ഒരു സ്ഥലം. ഇതൊരു നിയോലിത്തിക് സൈറ്റ് ആണ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ബെഹർഗർ എന്ന് പറയുന്നത് ഒരു നിയോലിത്തിക് സൈറ്റ് ആണോ അതോ പാലിയോലിത്തിക് ആണോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഇതൊരു നിയോലിത്തിക് സൈറ്റ് ആണെന്ന് എഴുതിക്കോണം. അത് ബാലൂചിസ്ഥാൻ അഥവാ പ്രസന്റ് ഡേ പാകിസ്ഥാനിലാണ് ഇത് കാണപ്പെടുന്നത്. ദിസ് സൈറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ എ ഫെർട്ടൈൽ പ്ലെയിൻ. അതായത് ബൊളാൻ പാസിനടുത്തുള്ള വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു പ്ലെയിനിലാണ് ഇത് കാണപ്പെടുന്നത് ഈ സ്ഥലം. വിച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂട്ട്സ് ഇൻ ടു ഇറാൻ. ഇറാനിലേക്ക് പോകാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് ഈ ഒരു സ്ഥലം. Mehrgarh was probably one of the place where people learned to grow barley, wheat and rear sheep and goat for the first time in this area. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കുക. അവിടെയാണ് ആദ്യമായിട്ട് ബാർലിയും വീറ്റും ഒക്കെ ആൾക്കാർ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ ഷീപ്പിനെയും ഗോട്ടിനെയൊക്കെ വളർത്താനായിട്ട് തുടങ്ങിയത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഏർലിയസ്റ്റ് വില്ലേജ് ദാറ്റ് വി നോ അബൌട്ട്. At this site, many animals bones were found. Bones of wild animals such as deer, dog, pig, അതുപോലെ ബോൺസ് ഓഫ് ഷീപ്പ്, ഗോട്ടും എല്ലാം ഈ ഒരു സ്ഥലത്ത് നിന്നും കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കിക്കേ, അതർ ഫൈൻസ് അറ്റ്
മെഹർഗർ ഇൻക്ലൂഡ് റിമൈൻസ് ഓഫ് സ്ക്വയർ ഓർ റെക്ടാങ്കുലർ ഹൗസ്. അതുകൊണ്ട് ഈ ടൈപ്പിലുള്ള റെക്ടാങ്കുലർ ഹൗസിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഈച്ച് ഹൗസ് ഹാഡ് 4 or more കമ്പാർട്ട്മെൻറ്റ്. കണ്ടോ, കുറേ കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. വിച്ച് മേ ഹാവ് ബീൻ യൂസ്ഡ് ഫോർ സ്റ്റോറേജ്. ചിലതെന്ന് പറയുന്നത് ഈ സ്റ്റോറേജ് ചെയ്യാനായിട്ട്, സാധനങ്ങൾ വെക്കാനായിട്ട് സൂക്ഷിച്ചിരുന്നു. വെൻ പീപ്പിൾ ഡൈ ദെയർ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ജനറലി പേ റെസ്പെക്ട് ടു ദം. അന്നത്തെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, മനുഷ്യർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ പേ റെസ്പെക്ട് ടു ദം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പീപ്പിൾ ലുക്ക് ആഫ്റ്റർ ദം പെർഹാപ്സ് ഇൻ ദ ബിലീവ് ദാറ്റ് ദർ ഇസ് സം ഫോം ഓഫ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്. പണ്ട് കാലത്ത് എന്ത് വിശ്വസിച്ചിരുന്നു? മരണത്തിന് ശേഷവും ജീവിതമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. ബ്യൂരിയൽസ് ഈസ് വൺ ഓഫ് സച്ച് അറേഞ്ച്മെന്റ്. ബ്യൂരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കുടത്തിനകത്താക്കിയിട്ട് അവർ എന്താണ് മരിച്ചു കഴിഞ്ഞാൽ ഇട്ടിരിക്കും, എന്നിട്ട് അവർക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ കൊടുക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇയാൾ മരിച്ചിട്ട് കുടത്തിനകത്ത് ഇട്ടിരിക്കുകയാണ്, ബ്യൂരിയലാണ്. ഇത് അവിടെ നിന്ന് കിട്ടിയതാണ്, പാകിസ്ഥാൻ ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ടോ ഒരുപാട് ആനിമൽസിനെയും കൊണ്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂട്ടിന് വേണ്ടിയിട്ടൊക്കെ ഇടുക എന്ന് പറയത്തില്ലേ. അപ്പോൾ സെവറൽ ബ്യൂറിയൽ സൈറ്റ് ഹാവ് ബീൻ ഫൗണ്ട് അറ്റ് മെഹർഗർ. ഇൻ വൺ ഇൻസ്റ്റന്റ് ദ ഡെഡ് പേഴ്സൺ വാസ് ബറീഡ് വിത്ത് ദ ഗോഡ്സ് വിച്ച് വെയർ പ്രോബബ്ലി നീഡ് ടു സെർവ് ആസ് എ ഫുഡ് ഇൻ ദ നെക്സ്റ്റ് വേൾഡ്. അതായത് അടുത്ത വേൾഡ് വരെ അയാൾക്ക് ജീവിതമുണ്ട്, അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് കൊടുത്തുകൊണ്ടിരുന്നത്? ഈ ആടിനെയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേസ് നല്ല രീതിയിൽ ഓർത്തിരിക്കുക. ഈ ഒരു വീടിൻ്റെ കാര്യം, 4 ഇതായിട്ടുള്ള വീടുണ്ടായിരുന്നു, ആദ്യമായിട്ട് ബാർലിയും വീറ്റും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തത് ആ ഒരു ഏരിയയിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഒരു കേവ് പെയിൻറ്റിങ് ഇൻ ഫ്രാൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രാൻസിലെ ഒരു ഗുഹയ്ക്കകത്തുള്ള പെയിൻറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഫൈൻ ഫ്രാൻസ് ഇൻ യുവർ അറ്റ്ലസ്. അത് നമുക്കറിയാം. പെയിൻറ്റിംഗ് ബിലോ ഈസ് ഫ്രം എ cave in France. This site was discovered by 4 school children more than 100 years ago. Painting like this were made between 20,000 തൊട്ട് 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് കണ്ടെത്തിയതാണ്. Many of these were animals such as wild horses. അപ്പം ബൈസൺസിനെയൊക്കെ വരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അന്ന് കാലം തൊട്ട് തന്നെ ആൾക്കാർക്ക് എന്തുണ്ടായിരുന്നു? അതായത് ഇങ്ങനത്തെ കളറുകൾ നിർമ്മിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു എന്ന് കാണിക്കാനുള്ള ഒരു ചിത്രം കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇനി എൽസ്വെയർ എന്ന് പറഞ്ഞിട്ട് നിയോലിത്തിക് സൈറ്റിനെ പറ്റിയിട്ട് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കുക. തുർക്കി, പണ്ടത്തെ തുർക്കി ഉണ്ടല്ലോ, വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് നിയോലിത്തിക് സൈറ്റ് ആണ് തുർക്കി എന്ന് പറയുന്നത്. കാറ്റൽ ഹുയൂഗ് വാസ് ഫൗണ്ട് ഇൻ തുർക്കി. സെവറൽ തിങ്സ് വെയർ ബ്രോട്ട് ഫ്രം ഗ്രേറ്റ് ഡിസ്റ്റൻസസ്. ഫ്ലിൻറ്റ്, അതായത് കട്ടിയുള്ള കല്ലുണ്ടല്ലോ, സിറിയയിൽ നിന്നും കട്ടിയുള്ള അത്തരത്തിലുള്ള കല്ല്. കൗറീസ്, കബഡി പോലെയുള്ള സാധനങ്ങൾ റെഡ് സീയിൽ നിന്നും. ഷെല്ല്, മെഡിറ്ററേനിയൻ സീയിൽ നിന്നും ഷെല്ലുകളുണ്ടല്ലോ, അതെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് മനുഷ്യനൊന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് എന്തില്ല, പ്രത്യേകിച്ച് കാളവണ്ടിയോ അങ്ങനൊന്നും ഇല്ല. എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ആനിമൽസിൻ്റെയൊക്കെ മണ്ടയ്ക്ക് വെച്ചിട്ടാണ് ഈ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഒരു താമസിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എങ്ങനെയാണ് ഹണ്ടർ ഗ്യാദറേഴ്സ് വന്നത്, എന്താണ് സൈറ്റ്, എന്താണ് ഹാബിറ്റേഷൻ, പാലിയോലിത്തിക്, മീസോലിത്തിക്, മൈക്രോലിത്തിക്കിൻ്റെ പ്രത്യേകത എന്താണ്, ഡൊമസ്റ്റിക്കേഷൻ എന്താണ്, നിയോലിത്തിക്കിൻ്റെ സൈറ്റ്സ് ഏതൊക്കെയാണ്, ബ്യൂരിയൽസ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഇതോടുകൂടിയിട്ട് ഈ ചാപ്റ്റർ കഴിയുകയാണ്. നെക്സ്റ്റ് ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഓരോ കാര്യങ്ങളും സിമ്പിളായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പോയിക്കൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഇനിയിപ്പം പതുക്കെ ഇങ്ങനെ പോയിട്ട് കിങ്ഡം, രാജാക്കന്മാർ, ഒരു ഏൻഷ്യൻ ഹിസ്റ്ററിയിലേക്ക് രാജാക്കന്മാരുടെ അതിനകത്തോട്ട് കയറുമ്പോൾ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. എങ്കിൽ മാത്രമേ ബാക്കി നമ്മൾ ക്ലാസ് എടുത്ത് തരുന്ന സമയത്ത് നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്ത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.